ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ സംസാരത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട കുറച്ച് പ്രയോഗങ്ങളെ കുറിച്ചാണ് പഠിക്കാൻ പോകുന്നത്. അതിലെ ഒന്നാമത്തെ പ്രയോഗമാണ് there is no need to. എന്താണ് there is no need to? There is no need to എന്ന് വെച്ചാൽ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ്. നമ്മൾ പറയാറില്ലേ, അവിടെ പോകേണ്ട ആവശ്യമില്ല, ഇവിടെ വരേണ്ട ആവശ്യമില്ല, എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയില്ലേ. അപ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? there is no need to എന്ന് ഉപയോഗിക്കുക. അതിനുശേഷം എന്ത് ഉപയോഗിക്കുന്ന വെർബ് ഫസ്റ്റ് ഫോം. വെർബ് ഫസ്റ്റ് ഫോം ഏത് ഉപയോഗിക്കാം? ഏത് വെർബാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് മീനിങ്ങിൽ മാറ്റം വരും. ഓക്കെ, ഇപ്പോൾ എനിക്കിത് പറയണം, അവിടെ പോകേണ്ട ആവശ്യമില്ല എന്ന് പറയണം. അപ്പോൾ ആദ്യം എന്ത് പറയാം? ആദ്യം there is no need to ആദ്യം പറയാം. there is no need to go. പോകേണ്ട ആവശ്യമില്ല. എവിടെ? there, അവിടെ, അല്ലെങ്കിൽ over there, അവിടെ സെയിം ആണ്. there is no need to go there, അല്ലെങ്കിൽ there is no need to go over there. ഇനി എനിക്ക് പറയണം, ഇവിടെ വരേണ്ട ആവശ്യമില്ല, ഇവിടെ വരേണ്ട ആവശ്യമില്ല. അപ്പോൾ പറയാ, അപ്പോൾ ആദ്യം പറയാം there is no need to. അതാദ്യം പറയണം. there is no need to come here. സിമ്പിൾ അല്ലേ? there is no need to come here. ഇനി എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല, എന്നോട് സംസാരിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയുമ്പോൾ എന്താണ്? ആദ്യം there is no need to talk to me. ഉണ്ടോ? there is no need to talk to me. there is no need to talk to me. ഇനി നമ്മുടെ രണ്ടാമത്തെ പ്രയോഗമാണ് എന്ത്? യെസ്, there is nothing to. there is nothing to എന്ന് വെച്ചാൽ ചെയ്യാനൊന്നുമില്ല. ഞാൻ പറയാണ്, എന്തെങ്കിലും കാര്യം ചെയ്യാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോഴാണ് എന്ത് ഉപയോഗിക്കുക? there is nothing to ഉപയോഗിക്കുക. there is nothing to. ആദ്യം ഈ ഒരു ഫ്രേസ് പറയാം, എന്നിട്ട് വെർബ് ചേർത്ത് കൊടുക്കുക. അപ്പം ഞാൻ പറയാണ്, അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല, അതിനെക്കുറിച്ച് ചിന്തിക്കാനൊന്നുമില്ല എന്ന് പറയുമ്പോൾ there is nothing to think about that. there is nothing to think about that. അപ്പോൾ ആദ്യം ഈ ഒരു ഫ്രേസ് പറയാം, there is nothing to, അതിൻ്റെ കൂടെ വെർബ് ചേർക്കുക. ക്ലിയർ? ഇനി എനിക്ക് പറയണം എന്ത്? അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല, അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കാൻ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ പറയാം ആദ്യം there is nothing to worry about that. there is nothing to worry about that. ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രയോഗമാണ് there is no time to. എന്താണ്? there is no time to. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ സമയമില്ല എന്ന് പറയില്ലേ? എന്തൊരു കാര്യം ചെയ്യാൻ സമയമില്ല, അവിടെ പോകാൻ സമയമില്ല, അവിടെ പോകാൻ സമയമില്ല, അല്ലെങ്കിൽ ഒരു മൂവി കാണാനുള്ള സമയമില്ല, നിന്നോട് സംസാരിക്കാൻ സമയമില്ല, നിന്നോട് സംസാരിക്കാൻ സമയമില്ല എന്ന് പറയാറില്ലേ? അങ്ങനെ പറയാനാണ് there is no time to പറഞ്ഞിട്ട് വെർബ് ഉപയോഗിക്കുക. അപ്പം ഞാൻ പറയാണ്, നിന്നോട് സംസാരിക്കാൻ സമയമില്ല, നിന്നോട് സംസാരിക്കാൻ സമയമില്ല എന്ന് പറയുമ്പോൾ there is no time to എന്ന് ആദ്യം പറയാം. there is no time to talk to you. there is no time to talk to you. നിന്നോട് സംസാരിക്കാൻ സമയമില്ല എന്നായി. ഇനി ഞാൻ പറയാണ്, ഒരു മൂവി കാണാനുള്ള സമയമില്ല, ഒരു മൂവി കാണാനുള്ള സമയം ഇല്ല എന്ന് പറയണം. പറയാം there is no time to എന്ന് പറയാം. there is no time to watch a movie. there is no time to watch a movie. ഇനി എനിക്ക് പറയണം, നിങ്ങളുടെ കൂടെ കളിക്കാനുള്ള സമയം ഇല്ല, നിങ്ങളുടെ കൂടെ കളിക്കാനുള്ള സമയം ഇല്ല എന്ന് പറയണം. പറയാം there is no time to play with you. there is no time to play with you. ഇതാണ് നമ്മുടെ മൂന്നാമത്തെ പ്രയോഗം. ഇനി നമ്മുടെ നാലാമത്തെ പ്രയോഗത്തിലേക്ക് കടക്കാം. അതാണ് it's not the time to. വളരെ മനോഹരമായ പ്രയോഗമാണ്. ഇതാണ് it's not the time to. എന്താർത്ഥം? ചെയ്യേണ്ട സമയമല്ല ഇത്. നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ കുട്ടികൾ ഇങ്ങനെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്, അപ്പോൾ നമ്മൾ പറയാണ് കുട്ടികളോട്, കളിക്കാനുള്ള സമയമല്ല ഇത്, കളിക്കാനുള്ള സമയമല്ല ഇത്, ടി വി കാണാനുള്ള സമയമല്ല ഇത്, ഉറങ്ങാനുള്ള സമയമല്ല ഇത്, മൊബൈലിൽ കളിക്കാനുള്ള സമയമല്ല ഇത്, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള സമയമല്ല ഇത് എന്ന് പറയുമ്പോഴാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുക? ഇറ്റ്സ് നോട്ട് ദ ടൈം ടു ഉപയോഗിക്കുക. ഇനി എന്തെങ്കിലും കാര്യം ചെയ്യാൻ സമയം ഇല്ല എന്ന് പറയുമ്പോഴാണ് there is no time to ഉപയോഗിക്കുക. ഓക്കെ, രണ്ടും മാറിപ്പോരുത്. there is no time to എന്ന് പറഞ്ഞാൽ സമയമില്ല, സമയം ഇല്ല എന്നാണ്. ഇതാണെങ്കിലോ it's not the time to, ചെയ്യാനുള്ള സമയമല്ല ഇത്, ഉറങ്ങാനുള്ള സമയമല്ല ഇത് എന്നാണ്. അപ്പം ഞാൻ പറയാണ്, എനിക്ക് പറയണം, ഓക്കെ,
കളിക്കാനുള്ള സമയമല്ല ഇത്. കളിക്കാനുള്ള സമയമല്ല ഇതെന്ന് പറയുമ്പോൾ ആദ്യം ഒരു ഫ്രേസ് പറയാം. ഇറ്റ്സ് നോട്ട് ദ ടൈം ടു. ഇറ്റ്സ് നോട്ട് ദ ടൈം ടു പ്ലേ. ഇറ്റ്സ് നോട്ട് ദ ടൈം ടു പ്ലേ. ഒരു മൂവി കാണാനുള്ള സമയമല്ല ഇത്. ഒരു മൂവി കാണാനുള്ള സമയമല്ല ഇത്. ഇറ്റ്സ് നോട്ട് ദ ടൈം ടു വാച്ച് എ മൂവി. ഇറ്റ്സ് നോട്ട് ദ ടൈം ടു വാച്ച് എ മൂവി. കാരണം ഈ കാര്യങ്ങൾ കണ്ടല്ലോ, ഈ ഫ്രേസുകളൊക്കെ ഒരു 10 തവണ അങ്ങ് പറഞ്ഞു കഴിഞ്ഞാൽ, പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി പഠിയും. സിമ്പിളാണ്. ഇനി നമ്മുടെ അടുത്ത പ്രയോഗമാണ് ഇറ്റ്സ് നോട്ട് ഈസി ടു. ഇറ്റ്സ് നോട്ട് ഈസി ടു എന്ന് വെച്ചാൽ ചെയ്യാൻ അത്ര എളുപ്പമല്ല. ചെയ്യാൻ അത്ര എളുപ്പമല്ല. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, ബിരിയാണി ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല. ബിരിയാണി ഉണ്ടാക്കാൻ അത്ര എളുപ്പമല്ല എന്ന് പറയുമ്പോൾ ആദ്യം ഇത് പറയാം, ഇറ്റ്സ് നോട്ട് ഈസി ടു എന്ന് പറയാം. അത് കഴിഞ്ഞിട്ട് കുക്ക് ബിരിയാണി. എന്തായി? ഇറ്റ്സ് നോട്ട് ഈസി ടു കുക്ക് ബിരിയാണി. ചെസ്സ് കളിക്കാൻ എളുപ്പമല്ല. ചെസ്സ് കളിക്കാൻ എളുപ്പമല്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു പ്ലേ ചെസ്. ഇറ്റ്സ് നോട്ട് ഈസി ടു പ്ലേ ചെസ്. ഇനി എനിക്ക് പറയണം, നല്ലൊരു ജോലി കിട്ടുക എന്നുള്ളത് എളുപ്പമല്ല. നല്ലൊരു ജോലി കിട്ടാൻ എളുപ്പമല്ല എന്ന് പറയുമ്പോൾ ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് എ ഗുഡ് ജോബ്. ഇറ്റ്സ് നോട്ട് ഈസി ടു ഗെറ്റ് എ ഗുഡ് ജോബ്. ഇനി നമ്മുടെ അവസാനത്തെ പ്രയോഗമാണെന്ത്? യെസ്, ഇറ്റ്സ് ഈസി ടു. എന്താണ്? ഇറ്റ്സ് ഈസി ടു എന്ന് വെച്ചാൽ ചെയ്യാൻ എളുപ്പമാണ് എന്നർത്ഥം. ചെയ്യാൻ എളുപ്പമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് പറയാണ്, എൻ്റെ പേരൻസിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. എൻ്റെ പേരൻസിനെ കൺവിൻസ് ചെയ്യുക എന്നുള്ളത് വളരെ എളുപ്പമാണ്. അപ്പം പറയാം, യെസ്, ഇറ്റ്സ് ഈസി ടു കൺവിൻസ് മൈ പേരൻസ്. ഇറ്റ്സ് ഈസി ടു കൺവിൻസ് മൈ പേരൻസ്. ഇതുപോലെ നമുക്ക് നൂറുകണക്കിന് സെൻറ്റൻസുകൾ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ കഴിയും. നമ്മുടെ സ്പോക്കൺ ഇംഗ്ലീഷ് ബൂസ്റ്റർ ബുക്കിലെ പേജ് നമ്പർ 48, 49, 50, 51, 52 ഈ 5 പേജുകളായിട്ട് 100+ വെർബുകളുണ്ട്. എന്താണ്? 100+ വെർബുകളുണ്ട്. ആ വെർബുകളൊക്കെ ഇതിൻ്റെ കൂടെ ഉപയോഗിച്ച് പറയുകയാണെങ്കിൽ എന്തായി? നമുക്ക് വ്യത്യസ്ത സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും വളരെ സിമ്പിളായിട്ട്. ഓക്കെ, ഏത് വെർബാണോ നമ്മൾ ഉപയോഗിക്കുന്നത് അതിനനുസരിച്ച് ഉണ്ടാവും മീനിങ്ങിൽ മാറ്റം വരും. ക്ലിയർ? അപ്പം നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം? ഈ 6 പ്രയോഗങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുക? പ്രാക്ടീസ് ചെയ്ത് സംസാരിക്കണം. ഓക്കെ, താങ്ക് യു എവരിവൺ.